ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ചിക്കൻ്റെ റെസിപ്പിയുമായാണ്. ഗാർലിക് പെപ്പർ ചിക്കൻ. ഇതുണ്ടാക്കാൻ വളരെ ഈസിയാണ്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആളെന്ന ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുതേ. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഗാർലിക് ചിക്കൻ ഉണ്ടാക്കാൻ ആദ്യം നമുക്ക് വേണ്ടത് കുറച്ചധികം വെളുത്തുള്ളിയാണ്. പിന്നീട് ഒരു കഷ്ണം ഇഞ്ചി. ഇതെല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഇതൊരു 1/2 കിലോ ചിക്കനുണ്ട്. അതിലേക്ക് നേരത്തെ ചതച്ചു വെച്ച 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ നാരങ്ങാനീര്, ഇതെല്ലാം കൂടി ചിക്കനിലൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ ചിക്കൻ നമുക്ക് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്ക് ഗാർലിക് ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, 2 ഏലക്ക, 2 ചെറിയ കഷ്ണം പട്ട. ഇതെല്ലാം നന്നായി പൊട്ടി വരുമ്പോൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ചധികം ചെറിയ ഉള്ളി. ഞാൻ ചെറിയ ഉള്ളിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ചെറിയ ഉള്ളി ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ ഉള്ളിയിലും ഇത് ചെയ്തെടുക്കാം. ഇനി ഈ ചെറിയ ഉള്ളി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം അതിലേക്ക് 3 പച്ചമുളക് നെടുകെ കീറിയത്, കുറച്ച് കരിവേപ്പില എന്നിവയിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നേരത്തെ ചതച്ചു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ എല്ലാം പച്ചമണം പോകുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റി യോജിപ്പിക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത്. ഇനി ഇതൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ തൈര്. അതും തീരെ പുളിയില്ലാത്ത തൈരാണ്. ഈ ചിക്കൻ ഗ്രേവിയിലേക്ക് തക്കാളിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നേരത്തെ മസാല പുരട്ടി വെച്ച് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നന്നായി ഒന്ന് ഈ മസാലയെല്ലാം യോജിക്കുന്നത് വരെ വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് ഞാൻ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കിത് തുറന്നു കൊടുത്ത് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. എന്നിട്ട് വീണ്ടും അടച്ചു വയ്ക്കാം. ഒരു 10-12 മിനിറ്റ് ആകുമ്പോഴേക്ക് തന്നെ നമ്മുടെ ചിക്കൻ റെഡിയാവും. അങ്ങനെ ഏകദേശം നമ്മുടെ ചിക്കൻ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, ഇതെല്ലാം കൂടി നന്നായി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും ഒരു 5 മിനിറ്റ് അടച്ചു വയ്ക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി ഗാർലിക് പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായി കുറച്ച് കരിവേപ്പിലയും മല്ലിയിലയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. എന്നാൽ പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ബായ്. താങ്ക്സ് ഫോർ വാച്ചിങ്.